പ്രണയസാഗരം അധ്യായം 1. നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ എന്നോട്? എന്താണ് സംശയം? പെണ്ണെ, ഒത്തിരി ഇഷ്ടമാണ്. എന്നിട്ടും നീ എന്താണ് എന്നെ വിളിക്കാത്തത്? പഴയ പോലെ ഒന്നും അല്ലല്ലോ താനിപ്പോൾ. ഞാൻ നിന്നെ മുൻപ് ഒരുപാട് തവണ വിളിച്ച് സംസാരിക്കാറുണ്ടായിരുന്നോ? നിനക്ക് ഒരുപാട് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല. പക്ഷേ താൻ ഒരുപാട് മാറിയ പോലെയൊക്കെ തോന്നുന്നു മെഹറു. നൂർജഹാൻ എന്ന എൻ്റെ നൂറു, നിനക്കറിയില്ലേ എൻ്റെ പ്രശ്നങ്ങൾ? അറിയാം. എന്നാലും എനിക്ക് വേണ്ടി നീ ഒട്ടും സമയം മാറ്റിവെക്കാത്തതുപോലെ. ഞാൻ വിളിക്കുമ്പോഴല്ലാതെ താൻ എപ്പോഴെങ്കിലും എന്നെ വിളിച്ചിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ? അവളുടെ ചോദ്യങ്ങൾ ശരിയാണ്. എനിക്ക് അവളെ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ കിട്ടിയ നിധിയാണ്. മിക്കപ്പോഴും ഇതിനാവും ഞങ്ങൾ തമ്മിലുള്ള പിണക്കം. അവളും ഞാനും തിരക്കുകളുള്ളവരാണ്. എന്നാലും ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്. നാട്ടുകാരുടെ മുഴുവൻ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്ന മെഹറു, നിനക്ക് എനിക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാൻ ഇല്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ കഷ്ടമാണ് കേട്ടോ. നിനക്കറിഞ്ഞൂടെ നൂറു എൻ്റെ പ്രശ്നങ്ങൾ? നടക്കില്ല മോനെ. എനിക്കിതൊന്നും സഹിച്ചു നിൽക്കേണ്ട കാര്യമില്ല. ഞാൻ അങ്ങനെ ഗതികെട്ട് നിൽക്കുകയെന്നല്ല. തിളച്ചു മറിയുകയാണ് അവൾ എന്നറിയാം. സാധാരണ ഈ സമയങ്ങളിൽ പുറകിലൂടെ വന്നൊന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പതിയെ ഞാൻ അവളെ ചേർത്ത് പിടിക്കാനായി മുൻപോട്ട് വന്നപ്പോൾ അവൾ ദേഷ്യത്തോടെ ഒന്ന് പുറകോട്ട് മാറി. എൻ്റെ ദേഹത്ത് വല്ലതും തൊട്ടാ പിന്നുണ്ടല്ലോ. ശരിക്കും അവൾ സ്ട്രോങ് ആണ് എന്ന് എനിക്ക് മനസ്സിലായി. മടുത്തു നൂറ. ഇനി ഉണ്ടല്ലോ, ഇനി തന്നെ എനിക്ക് വേണ്ട. എന്തോ ഒരു അകൽച്ച വന്നിട്ടുണ്ട്. മെഹറുടെ മുഖത്തു നോക്കി നൂറ പറഞ്ഞു. താൻ എന്തൊക്കെയാണ് നൂറ പറയുന്നത്? എനിക്ക് കേട്ടിട്ട് തന്നെ എന്തോ പോലെയാവും. തനിക്ക് എന്തെങ്കിലും ആവാൻ വേണ്ടിയല്ല ഞാനൊരു യഥാർത്ഥ സത്യമാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഒരുമിച്ച് നടക്കില്ല. എന്നെ കൊണ്ടാവില്ല മെഹറു. നൂറ, നീയില്ലാതെ എനിക്ക് പറ്റുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ലല്ലോ. തന്നെ ബാധിക്കുന്ന കാര്യം താൻ നോക്കണം. അതാണ് അതിൻ്റെ രീതി. അവൾ അവളുടെ മുറിയിലേക്ക് നടന്നു. പെട്ടികളിൽ അവളുടെ സാധനങ്ങൾ ഒന്നൊന്നായി ഒതുക്കി വെച്ചു. കാതിലെ കറുത്ത ജിമിക്കിയും കരിവളയും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവയാണ്. അതവൾ ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞു. എനിക്കവയെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തൊന്ന് പൊട്ടിക്കരയണം എന്നാണ് ആദ്യം തോന്നിയത്. നൂറു, എന്താണ് താൻ ഈ കാട്ടിക്കൂട്ടുന്നത്? എങ്ങോട്ടാണ് താൻ പോകുന്നത്? നമുക്കൊന്ന് ഇരുന്ന് സംസാരിച്ചൂടെ? താൻ പോടോ. താൻ വെറും പറ്റിക്കലാണ്. എഴുത്തുകാരനാണ് പോലും, എഴുത്തുകാരൻ. എഴുത്തുകളിൽ മുഴുവൻ പ്രണയം എഴുതി വെച്ച് അതിലൊരു ശതമാനം പോലും ജീവിതത്തിലില്ലാത്ത ഒരാൾ. അവൾ അവളുടെ ബാണ്ടക്കെട്ടുകൾ മുഴുവൻ എടുത്ത് മുറ്റത്ത് വന്നു നിന്ന ഓട്ടോയിൽ ചാടിക്കയറിപ്പോയി. അവളില്ലാത്ത വീട് എനിക്കിന്നെന്തോ പോലെയാണ്. വട്ടുപിടും എനിക്കിവിടെ. കരഞ്ഞ് കാല് പിടിച്ചതല്ലേ ഞാൻ. എന്നിട്ടും എന്തേ അവൾ പോയി കളഞ്ഞു? എൻ്റെ കയ്യിലും തെറ്റുകളുണ്ട്. എൻ്റെ കൂടെ വന്ന ഒരു പെൺകുട്ടിയല്ലേ. അവളെ കുറച്ചുകൂടി ഒന്ന് മൈൻഡ് ചെയ്യാമായിരുന്നു. പതിവ് പോലെ ഞാൻ എൻ്റെ ഡയറി തുറന്ന് പതിവായി അവൾക്ക് വേണ്ടി എഴുതാറുള്ള പ്രണയം. ഇന്നവൾ ഇത് വായിക്കില്ല എന്നുറപ്പാണ്. പക്ഷേ എന്നെങ്കിലും അവൾ വായിക്കും. അന്ന് തിരിച്ചു മറുപടി എഴുതിയാലും വായിക്കാൻ ഞാനുണ്ടാവുമോ എന്നറിയില്ല. എങ്കിലും അവൾക്കായുള്ള പ്രണയം അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഒരുപക്ഷെ കാലങ്ങൾക്കപ്പുറം ഇതൊരു ചരിത്രമായി ആരെങ്കിലും രേഖപ്പെടുത്തും. മെഹറുവിൻ്റെയും നൂറുവിൻ്റെയും പ്രണയം. ഇൻഷാ അല്ലാഹ്. എനിക്ക് തന്നോട് വല്ലാത്ത പ്രണയമാണ് പെണ്ണെ. താൻ എന്തൊക്കെ പറഞ്ഞ് പിണങ്ങിപ്പോയാലും ഒരിക്കൽ നീ പറഞ്ഞ വാക്കുകൾ എന്നെ വല്ലാതെ പൊള്ളിക്കുന്നുണ്ട്. ഞാൻ അതിനു മാത്രം അവനെ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹിച്ചിരുന്നു എന്നല്ല, സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു തിരിച്ചു കിട്ടില്ല എന്നറിഞ്ഞിട്ടും, നീണ്ടു നിൽക്കില്ല എന്നറിഞ്ഞിട്ടും, പറ്റിക്കപ്പെട്ടു എന്നറിഞ്ഞിട്ടും പിന്നെയും പിന്നെയും സ്നേഹിക്കാൻ പറ്റുന്നതാണ് സ്നേഹം എന്ന വാക്കിനെ അത്ഭുതമാക്കുന്നത് എന്ന് തോന്നുന്നു. നിന്നെപ്പോലെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നൂറു. ഇത് വലിയ ഒരു കാര്യമാണ് നൂറു. തിരിച്ചു കിട്ടില്ല എന്നറിഞ്ഞിട്ടും വെറുതെ അങ്ങ് സ്നേഹിക്കുക. താനല്ലേ എന്നോട് പറഞ്ഞത് സ്നേഹം 2 തരമാണെന്ന്? ഒന്ന് മറക്കുവോളവും 2 മരിക്കുവോളവും. എന്നിട്ടിപ്പോൾ താൻ എന്നിൽ നിന്നും ഈ ഇറങ്ങിപ്പോക്ക് എനിക്ക് സഹിക്കുന്നില്ല പെണ്ണെ. എന്നെ മറന്നു പോകുമോ എന്ന് ചോദിക്കുന്നില്ല. ഓർക്കാറുണ്ടോ എന്ന് എങ്കിലും എപ്പോഴെങ്കിലും കരുതി വയ്ക്കും എന്നെനിക്കറിയാം. എന്നെങ്കിലും ഒരിക്കൽ യാദൃച്ഛികമായെങ്കിലും നമ്മൾ കണ്ടുമുട്ടില്ലേ? ഇന്നലെ രാത്രിയിൽ മുഴുവൻ മഴയായിരുന്നു. ചാറ്റൽ മഴയിലൂടെ നോക്കിയിരിക്കുമ്പോൾ നീ എന്ന കവിതയിൽ നനഞ്ഞ് ഒരു കടലായി ഒഴുകുവാൻ വെമ്പിയ എന്നെ പ്രണയത്തിൻ്റെ ഏതാഴങ്ങളിലാണ് വേരുകളാൽ കെട്ടിപ്പുണർന്ന് നീ തടവിലാക്കിയിരിക്കുന്നത്. മനഃപൂർവ്വം ഞാൻ ഇറങ്ങി നടക്കാറുണ്ട്.
നൂറു, കാണാതാവുമ്പോൾ താൻ തിരിഞ്ഞു വരും എന്നറിയുന്നത് കൊണ്ട് തന്നെ. നീയില്ലാത്ത രാത്രികളിൽ എനിക്ക് ഉറക്കവും ഉണ്ടാവാറില്ല. നിനക്ക് ഇതിൽ കൂടുതൽ എനിക്കൊന്നും തന്നെ എഴുതാൻ കഴിയില്ല. നൂറു, നിർത്തട്ടെ. ഡയറിയുടെ താളുകളിൽ കുറിച്ചിട്ട വരികൾ അടച്ച് വീണ്ടും അവളില്ലായ്മയിലെ ശൂന്യതയിലേക്ക് നോക്കി അങ്ങനെയിരുന്നു. തികച്ചും ഒറ്റയ്ക്കായതുപോലെ. ഞങ്ങൾ രണ്ടുപേരും ജോലിക്കാർ ആയതുകൊണ്ടാവാം രണ്ടാൾക്കും ഇഷ്ടം പോലെ ടെൻഷനുണ്ട്. എല്ലാ തവണയും പോലെ ഒരു പിണക്കമായി എനിക്ക് തോന്നിയില്ല ഈ തവണ. ഞാൻ അവൾ എനിക്കയച്ച മെസ്സേജുകളിലൂടെ ഒന്ന് കണ്ണോടിച്ചു. ഞാൻ കാണാതെ പോയ എൻ്റെ തെറ്റുകൾക്ക് ശിക്ഷ ഏറ്റുവാങ്ങുകയും തന്നെ വേണം. ആരാണ് എന്നെ സൂക്ഷിക്കുക? വിചാരണയും വിധിയും എല്ലാം ഞാൻ തന്നെ. ബെൽറ്റ് കൊണ്ട് 100 അടി. ലൂയിസ് ഫിലിപ്പിൻ്റെ ബെൽറ്റ് വായുവിൽ ചീറിപ്പാഞ്ഞു. എൻ്റെ ദേഹങ്ങളിൽ ചോര കല്ലിച്ച പാടുകൾ വീഴ്ത്തി. ഓരോ പാടുകളും എനിക്ക് ആനന്ദം നൽകുന്ന പോലെ. ഒരാളെ അയാളുടെ ജീവിതത്തിൽ നിന്നും പ്രണയമെന്ന പേരിൽ കൂട്ടിക്കൊണ്ടുവരിക, പിന്നെ അയാളെ വേണ്ടത്ര കരുതൽ നൽകാതെ പാതി വഴിയിൽ നിർത്തുക എത്ര വലിയ പാതകമാണ്. ഞാൻ വീണ്ടും നൂറുവിനെ വിളിച്ചു. പക്ഷേ അവൾ എൻ്റെ വിളി കേട്ടില്ല. ഫോൺ എടുത്തതുമില്ല. ഭ്രാന്തമായ എന്തോ ഒന്ന് എന്നിൽ പടർന്നു കയറുന്നത് എനിക്കറിയാമായിരുന്നു. മെഹ്റു, നിനക്ക് നിന്റെ ലോകമാണല്ലോ. അതിൽ നീ എപ്പോഴെങ്കിലും എനിക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ചിട്ടുണ്ടോ? അവളുടെ ചോദ്യം ഇങ്ങനെ കാതിൽ പൊള്ളിക്കുന്ന പോലെ. ശരിയല്ല, എല്ലാത്തിനും സമയം കണ്ടെത്തുന്ന എനിക്ക് എന്തേ അവളെയൊന്ന് ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല? ഒരിക്കലും വിട്ടിട്ട് പോവില്ല എന്ന ചിന്തയാവും, എന്നും കൂടെ ഉണ്ടാവും എന്ന ആഗ്രഹവും. ഞാനും അവളും ഇന്നലെ ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം ഒന്നോർത്തു. മുട്ടിയുരുമ്മി പ്രണയം കുഴിച്ച് സ്നേഹത്തോടെ അവളിൽ നിന്നും ഞാൻ കഴിച്ച ഓരോ ഉരുളച്ചോറും വയറുവല്ലാതെ നിറച്ചിരുന്നു. നിങ്ങൾ ഒട്ടും പക്വതയെത്താതെ എന്തിനാ ഇങ്ങനെ ഒരു വിവാഹം എന്ന് പലരും ചോദിച്ചിരുന്നു. അവൾക്ക് 18ഉം എനിക്ക് 20ഉമായിരുന്നു പ്രായം. ചുറ്റുപാടുമുള്ള ഒരുപാട് ആളുകളുടെ വിമർശനങ്ങൾ ബാക്കിയാക്കി ഞങ്ങളുടെ വിവാഹം. മോന്ത കൂർപ്പിച്ച് മുഖം കുറുപ്പിച്ച് ഇരുകൂട്ടരും നിന്നിരുന്നു. അവർക്ക് ഇതിലും നല്ലത് കിട്ടുമായിരുന്നു എന്ന് കണ്ടു നിന്നവർ കുശൂഷിക്കുമ്പോഴും അവൾ എന്നോട് ഒന്നുകൂടി ചേർന്ന് നടന്നു. എൻ്റെ മുറിയിലെ അണിയിച്ചൊരുക്കിയ മണിയറയിൽ അവൾ എന്നോട് ചേർന്നു നിന്നു. നാളുകളായി നാം തമ്മിൽ കണ്ടിരുന്ന സ്വപ്നങ്ങൾ പൂവണിയുന്ന നിമിഷങ്ങളായിരുന്നു. നൂറു, എത്രമാത്രം മോഹിച്ചിട്ടുണ്ട് തന്നെ എന്നറിയോ? താനില്ല എങ്കിൽ ഞാൻ ശരിക്കും ഇല്ലാണ്ടായിപ്പോയേനെ. മെഹ്റു, ഞാൻ നിൻ്റേതായില്ലേ? നിൻ്റേത് മാത്രം. ഇനി മുതൽ നമ്മൾ ഒരുമിച്ചല്ലേ? അവളെ ഒന്നുകൂടി ചേർത്ത് നിർത്തി ഞാൻ. അവളുടെ കൈകളിലൂടെ എൻ്റെ കൈവിരലുകൾ കോർത്ത് കുരുത്തക്കേടുകൾ തുടങ്ങി. അവളുടെ ഇക്കിളി ശരിക്കും എനിക്ക് കാണാമായിരുന്നു. മുല്ലപ്പൂവിൻ്റെ മയക്കുന്ന ഗന്ധം ആ മുറിയിൽ ഉണ്ടായിരുന്നു. ഞാൻ അവളെ ചേർത്ത് പിടിക്കുമ്പോഴൊക്കെ അവൾ എൻ്റെ നെഞ്ചിലേക്ക് ഒതുങ്ങിക്കൂടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എൻ്റെ മാറിൽ അവൾ സുരക്ഷിതത്തിൻ്റെ ഒരു കൊട്ടാരം കണ്ടിരുന്നു. ഞാൻ എൻ്റെ നെഞ്ചിൽ തലവെച്ച് അവൾ കിടക്കുമ്പോൾ ഞാൻ കൈവിരലുകൾ കൊണ്ട് അവളുടെ തലമുടി തടവിക്കൊടുക്കും. ഇക്ക, എന്താടി പെണ്ണേ, നിങ്ങൾക്ക് എത്ര ഇഷ്ടമുണ്ടെന്നോട്? എനിക്ക് അവളുടെ ചോദ്യം കേട്ട് ആദ്യം ചിരിയാണ് വന്നത്. എങ്കിലും അവളുടെ ചോദ്യം അങ്ങനെ ചിരിച്ചു തള്ളേണ്ട ഒന്നല്ല. നിന്നെ എനിക്ക് എത്ര ഇഷ്ടമുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും. അവളെ ഒന്നുകൂടെ മുറുകെ പുണർന്നപ്പോൾ ആണ് വാതിലിൽ ശക്തിയായി ശബ്ദിച്ചത്. കതകിൽ ആരോ ശക്തിയായി അടയ്ക്കുന്നുണ്ട്. മെഹ്റു പുറത്തുനിന്ന് വിളിക്കുന്നുമുണ്ട്. വേഗം വാതിൽ തുറന്നപ്പോൾ എല്ലാവരുമുണ്ട് വാതിലിന് മുമ്പിൽ. എന്താണ്? എടോ, തെക്കേപ്പുറത്ത് ഗോപാലേട്ടന് സുഖമില്ല, നെഞ്ചുവേദന. നീ ഒന്ന് വണ്ടി ഇറക്ക്, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ബാപ്പയാണ് പറയുന്നത്. കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ ഇറങ്ങി ഓടി. നെഞ്ചമർത്തിപ്പിടയുന്ന ഗോപാലേട്ടനെയും കൊണ്ട് കാറ് കുതിച്ചു വഞ്ഞു. ഹോസ്പിറ്റലിന് മുന്നിൽ സ്ട്രക്ചറിൽ നിന്ന് അത്യാഹിത വിഭാഗത്തിലേക്ക് ഗോപാലേട്ടനെയും കൊണ്ടുപോയി. മണിക്കൂറുകൾ അത്യാഹിത വാർഡിന് മുമ്പിൽ ഉള്ള കാത്തിരിപ്പുകൾ. ഇടയിൽ ഡോക്ടർ പുറത്തേക്ക് വന്നു. ഹാർട്ട് അറ്റാക്കാണ്, ഉടൻ ശസ്ത്രക്രിയ വേണ്ടിവരും. പുള്ളിയുടെ രക്തം O നെഗറ്റീവാണ്. അതെത്രയും പെട്ടെന്ന് അറേഞ്ച് ചെയ്യണം. O നെഗറ്റീവ് അതെവിടുന്ന് കിട്ടാനാണ്? പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചു. CP, നമുക്ക് കുറച്ച് O നെഗറ്റീവ് ബ്ലഡ് വേണം. എവിടുന്ന് കിട്ടും? ആരാ ഈ പാതിരാത്രിയിൽ? എവിടുന്ന് കിട്ടാനാണ്? CP, ഞാൻ മെഹ്റുവാണ്. അല്ല ചങ്ങായി, ഇന്നെൻ്റെ ഫസ്റ്റ് നൈറ്റ് അല്ലായിരുന്നു. എന്നിട്ടും താനെന്താ ഈ സമയം? അതൊക്കെ ഉണ്ട് CP, ഇപ്പോൾ ബ്ലഡ് കിട്ടൽ നിർബന്ധമാണ്. അല്ലടോ മെഹ്റു റൗത്തർ, ഈ പാതിരാത്രിയിൽ എവിടുന്ന് ഒപ്പിക്കാനാണ് ഈ നെഗറ്റീവ്? ആ വഴിയുണ്ട്. തലപ്പുഴയിൽ ഒരു സഖാവുണ്ട്, വേലായുധൻ. ഓനെ കിട്ടുമെന്ന് നോക്ക്. ആയിക്കോട്ടെ സഖാവ് CP, ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് CPയെ വിളിക്കാം. കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരെയും കൂട്ടി തലപ്പുഴയിൽ എത്തുമ്പോൾ സഖാവ് വേലായുധൻ അവിടെ ഉണ്ടായിരുന്നില്ല.
പ്രിയദർശിനി എസ്റ്റേറ്റ് വാച്ചറാണ് ഇപ്പോൾ. വേലായുധന്റെ കെട്ടിയോള് സഖാവ് രാധയോട് കാര്യം പറഞ്ഞപ്പോൾ ഓലക്കുടലിന്റെ വാതിലടച്ച് അവരും കൂടെ വന്നു വേലായുധനെ കാണാൻ. നല്ല മഞ്ഞുള്ള സ്ഥലമാണ് തലപ്പുഴ. ചുറ്റും തേയിലത്തോട്ടങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ട മഞ്ഞു പുതച്ച ബ്രിട്ടീഷ് ബംഗ്ലാവ് വിദേശ സിനിമകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിറകുകൂനയ്ക്ക് മുന്നിലായി ഷട്ടർ പുതച്ചുകൊണ്ട് വേലായുധൻ ഉണ്ടായിരുന്നു. ശരിക്കും ഞാനും ടീമും തണുത്തു വിറച്ചുപോയി. അല്പം തീ കാഞ്ഞപ്പോൾ ആകെ ഒരു സമാധാനമായി. വേലായുധൻ തന്ന ചൂട് കട്ടൻ ചായ ഊതിക്കുടിച്ച് അയാളോട് കാര്യം പറഞ്ഞു. അയാൾ റെഡിയാണ്. തിരിച്ച് വേലായുധനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും ഓപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. എല്ലാത്തിനും ഒടുവിൽ വീട്ടിലേക്ക് മടങ്ങി. ഉറക്കം തളർത്തിയ ചുവന്ന കണ്ണുകളുമായി വീട്ടിൽ എത്തിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ബെഡ് കണ്ടത് മാത്രമേ. ടേബിളിൽ വെച്ചിരുന്ന പാല് തൈരായി ഉറുമ്പരിച്ച് അങ്ങനെ നിന്നിട്ടുണ്ട്. രാവിലെ തന്നെ നൂറുവിൻ്റെ വീട്ടിൽ നിന്നും ആളുകൾ വന്നു. മാമനും അളിയനുമാണ് വന്നത്. സൽക്കാരത്തിന് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. ഉറക്കത്തിലായ എന്നെ കാണാതെ ബാക്കി എല്ലാവരോടും അന്ന് വൈകുന്നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിച്ച് അവർ യാത്രയായി. 3 ജീപ്പ് നിറയെ ആളുകൾ അവരുടെ വീട്ടിലേക്ക് യാത്രയായി. വൈകുന്നേരം ഞാനും നൂറുവും നമ്മുടെ സ്കൂട്ടിയിലാണ് യാത്ര. പകുതി വഴിയിലെത്തിയപ്പോഴാണ് മൊബൈൽ വല്ലാണ്ട് തുടർച്ചയായി ശബ്ദിച്ചത്. എടുത്തു നോക്കിയപ്പോൾ ടൗണിലെ വാസുവേട്ടൻ്റെ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഒരു ബംഗാളി തൂങ്ങി മരിച്ചിരിക്കുന്നു. എന്തു ചെയ്യണം എന്നറിയാത്ത അങ്കലാപ്പിലാണ് വാസുവേട്ടൻ. മെഹ്റു, നീ ഒന്ന് ഇവിടം വരെ വരാമോ? വാസുവേട്ടാ, ഞാൻ സൽക്കാരത്തിന് പോകുന്ന വഴിയാണ്. എടാ, നീ ഒന്ന് വാ, വന്നിട്ട് പോയിക്കോ, എനിക്ക് കയ്യും കാലും വരച്ചിട്ട് മേല. സ്കൂട്ടി ഒരു ജീപ്പിന് മുന്നിൽ നിർത്തി നൂറുവിനെ അതിൽ കയറ്റിവിട്ടു. നിങ്ങൾ അവിടെ എത്തി പരിപാടി തുടങ്ങുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും, വിട്ടോളി. ഹോട്ടലിലെത്തുമ്പോഴേക്കും പോലീസ് എത്തിയിരുന്നു. ചെക്കന് മാനസിക വിഷമം കയറിയതാണ്. റൂം പരിശോധനയും ഹോട്ടൽ ജീവനക്കാരുടെ ചോദ്യം ചെയ്യലും എല്ലാം കഴിഞ്ഞ് പോലീസ് പോകുമ്പോൾ സമയം രാത്രി 9 കഴിഞ്ഞിരുന്നു. വൈകുന്നേരം മരണം നടന്നതുകൊണ്ട് നാളെ 10 മണിയാവാതെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുകയില്ല. അതിനുശേഷം മാത്രമേ അവൻ്റെ നാട്ടിൽ എത്തിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ കഴിയൂ. കുറച്ചു നേരം കൂടി അവിടെ നിൽക്കേണ്ടി വന്നു. ഫോണിൽ പലരും വിളിച്ചിരുന്നു, എടുക്കാൻ പറ്റിയില്ല. ഈ നട്ടപ്പാതിരാത്രി എന്ത് സൽക്കാരം! തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ ബാപ്പയും ഉമ്മയും എല്ലാവരും കലിപ്പിനാണ്. എന്താണ് എൻ്റെ വിചാരം? നാട്ടുകാരുടെയും ബാക്കിയുള്ളവരുടെയും മുന്നിൽ ഞങ്ങൾ നാണം കെട്ടില്ലേ? പുയ്യാപ്പിളയില്ലാതെ ആരെങ്കിലും സൽക്കാരത്തിന് പോകുമോ? ബാപ്പച്ചി, അത് ഇനിയൊന്നും പറയണ്ട എന്ന രീതിയിൽ ബാപ്പ കൈകൊണ്ട് കാണിച്ചു. മുറിയിൽ കണ്ണു നിറച്ചുകൊണ്ട് നിൽക്കുകയാണ് നൂറു. എന്താണ് പെണ്ണെ, നീയും ഇങ്ങനെ ആയാൽ എന്താണ് ചെയ്യാം? മെഹ്റു, ഇന്നലെയും ഇന്നും ഒക്കെ നമ്മുടെ ജീവിതത്തിലെ പ്രധാന ദിവസങ്ങളല്ലേ? എന്നിട്ട് നിനക്കതിനൊരു പ്രാധാന്യം തോന്നുന്നില്ലേ? നൂറു, എൻ്റെ അവസ്ഥ നീയും കണ്ടതല്ലേ. ഓട്ടവും പാച്ചിലും ആരെയാണ് ഒഴിവാക്കാൻ കഴിയുക? നിസ്സഹായരായ മനുഷ്യർ വിളിക്കുമ്പോൾ ആരെയാണ് ഒഴിവാക്കാൻ തോന്നുക? എല്ലാം ശരിയാണ് മെഹ്റു, പക്ഷെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന പോലെ ഒരു മെഴുകുതിരിയായി ജീവിക്കാൻ ഇനി പറ്റില്ല. നിന്നെ മാത്രം വിശ്വസിച്ച് നിന്റെ കൂടെ ജീവിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു പെണ്ണാണ് ഞാൻ. എനിക്ക് എൻ്റെ സ്നേഹം വേണം. അത് എനിക്ക് പ്രകടമായി തന്നെ വേണം. ഇല്ല നൂറ, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഞാനിനി തൻ്റെ കൂടെ ഉണ്ടാവും. താനൊന്നും ക്ഷമിക്കും. താനൊന്നിങ്ങ് അടുത്ത് വന്നേ. മെഹ്റു നൂറിൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു. നെഞ്ചിലേക്ക് അവളെ ചേർത്ത് നിർത്തി. എൻ്റെ പ്രാണസഖി, നിനക്ക് വേണ്ടിയല്ലേ ഞാൻ കാത്തിരുന്നത് മുഴുവൻ. തലമുടിയിലൂടെ തലോടിയ വിരലുകൾ അവളുടെ ചെവിയിലും കഴുത്തിലും ഇഴഞ്ഞു നടന്നു. തിളച്ച ഒരു ലാവ് പോലെ അവൾ അവനെ മുറുക്കെ പുണർന്നു. നീ എന്ന മാവിൽ പടർന്നു കയറുന്ന മുല്ലവള്ളിയാണ് ഞാൻ പെണ്ണെ. എന്നിട്ടോ നിന്നിലങ്ങനെ പടർന്നു നിൽക്കണം. സ്നേഹങ്ങൾ പങ്കിട്ട് അതിൽ നമ്മുടെ സുഗന്ധം പടർത്തുന്ന മുല്ലവിട്ടുകൾ വിരിയട്ടെ. മെഹ്റു, നീ എന്നെ വല്ലാതെ മത്തുപിടിപ്പിക്കുന്നു. പിടിക്കട്ടെ നൂറു, ആ ലഹരിയിൽ എനിക്കൊന്നുറങ്ങണം. അവളുടെ ചുണ്ടുകളിലൂടെ വിരലുകൾ തലോടി കടന്നുപോയി. ചുവന്ന നിറം ചുണ്ടുകളിൽ പടർന്നിറങ്ങി. വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം. രണ്ടുപേരും അടർന്നു മറി. വാതിക്കൽ മെഹ്റുവിൻ്റെ കമ്പനിക്കാരാണ്. എന്താണ് എല്ലാവരും കൂടി എന്താണെന്നോ? എടാ മെഹ്റു, നിന്റെ കല്യാണം കഴിഞ്ഞു എന്ന് കരുതി മണിയറയിൽ അടയിരിക്കലൊന്നും നടക്കില്ല. ക്ലബിൽ എല്ലാവരും തന്നെ വെയിറ്റിംഗ് ആണ്. വേഗം വന്നേ. സോറി പെങ്ങളെ, ഞങ്ങൾ ഇവനെ അങ്ങ് കൊണ്ടുപോവുകയാണ് കേട്ടോ. എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അവർ മെഹ്റുവിനെയും കൊണ്ടുപോയി. രാത്രി ഏറെ വൈകിട്ടും മെഹ്റു വന്നില്ല. ഇരുന്നും അടുത്തു. ഒടുവിൽ നൂറു ഉറങ്ങിപ്പോയി. ഇടയ്ക്കിടയ്ക്ക് റൂമിൽ എത്തി നോക്കിയ ഉമ്മ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. വെളുപ്പാങ്കാലത്ത് എപ്പോഴോ ആണ് മെഹ്റു വന്നത്. കോനായിലെ കട്ടിലിൽ ചുരുണ്ടുകൂടി കിടന്നുറങ്ങുകയായിരുന്നു. രാവിലെ എഴുന്നേറ്റ് നൂറ പുച്ഛത്തോടെ മെഹ്റുവിനെ ഒന്ന് നോക്കി. മുറ്റം അടിച്ചുവാരി കുളിച്ച് മുറിയിലേക്ക് പോയപ്പോൾ മെഹ്റു പതിയെ നൂറുവിൻ്റെ പിന്നാലെ കൂടി.
അവളുടെ നീണ്ട കാർക്കൂന്തലിൽ നിന്നും വെള്ളം ഉറ്റിക്കൊണ്ടിരുന്നു. നൂറുവിനെ പിറകിലൂടെ മെഹ്റു ചേർത്ത് പിടിച്ചു. അവൾക്ക് ദേഷ്യമാണോ വെറുപ്പാണോ എന്നൊന്നും അറിയില്ല. അവനെ തള്ളിമാറ്റി. നൂറു പ്ലീസ്, തനിക്കറിയാലോ ഇന്നലത്തെ അവസ്ഥ. എന്തവസ്ഥ മെഹ്റു? എല്ലാം താൻ ഉണ്ടാക്കി വെക്കുന്നതാണ്. തൻ്റെ സ്നേഹം കാപട്യമാണ്. അത് താൻ വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുക. ഭക്ഷണം കഴിക്കാൻ ടേബിളിലിരുന്നപ്പോൾ ആരും മിണ്ടുന്നുണ്ടായിരുന്നില്ല. ബാപ്പയും ഉമ്മയും ഒന്നും മിണ്ടാതെ തലയും താത്തിയിരുന്നു ഭക്ഷണം കഴിച്ചു. മെഹ്റുവിൻ്റെ ഫോൺ ശബ്ദിച്ചു. മറുതലക്കിൽ നൂറുവിൻ്റെ ഉപ്പയായിരുന്നു. അസ്സലാമു അലൈക്കും മോനെ. വലൈക്കും അസ്സലാം ഉപ്പ. എന്തൊക്കെയാണ് വിശേഷം? അൽഹംദുലില്ലാ ഉപ്പ, അടിപൊളി. ഇന്ന് ഓളയും കുട്ടി ഇങ്ങോട്ട് വരുമോ മോനെ? ഇന്നിവിടെ പാർക്കാം. നോക്കട്ടെ ഉപ്പ, ഇൻഷാ അല്ലാ. ഇല്ലല്ല മോനെ, വരണം. ഞങ്ങളെല്ലാം ഒരുക്കും ഇവിടെ. ആയിക്കോട്ടെ ഉപ്പ. ഫോൺ കട്ട് ചെയ്തപ്പോൾ നൂറു കോപം കൊണ്ട് നിൽക്കുകയാണ്. എന്തിനാ മെഹ്റു വരാമെന്ന് പറഞ്ഞ് ഉപ്പാനെയും കൂടി പറ്റിക്കുന്നത്? ഏയ്, പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ലടി. ഇന്ന് വൈകുന്നേരം നമുക്ക് പോകാം. പടച്ചോനെ മാത്രമേ അറിയൂ. എൻ്റെ പോക്കും വരുത്തും. ഞാനെന്ന ഒരു ജീവി തൻ്റെ കൂടെ ഉണ്ടെന്ന ചിന്ത പോലും തനിക്കില്ലല്ലോ. താനിങ്ങനെ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലോ നൂറ. ഞാനിങ്ങനെ ആയിപ്പോയി. അതിന് എനിക്കെന്ത് ചെയ്യാൻ കഴിയും? മാറാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. നോക്കൂ മെഹ്റു, തന്നെ പ്രണയിക്കുന്ന കാലം മുതൽ ഞാനിത് കാണുന്നതാണ്. പക്ഷേ അതൊക്കെ തൻ്റെ സ്വകാര്യതയായി മാത്രം ഞാൻ കണ്ടിട്ടുള്ളൂ. ഇന്നിപ്പോൾ എൻ്റെ ലൈഫിനെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് പറയുക. എനിക്കിങ്ങനെയാണ് പറ്റില്ല കേട്ടോ. പടച്ചോനെ, ഏത് സമയത്താണ് കല്യാണം കഴിക്കാൻ തോന്നിയത്? പ്രണയിച്ച് തന്നെ നിന്നാൽ മതിയായിരുന്നു. ഞാൻ എന്ത് ചെയ്താലും തനിക്ക് എൻ്റെ കുറ്റമല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ നൂറ കണ്ടുപിടിക്കാൻ? അതെ, ഇപ്പോൾ അങ്ങനെ പറഞ്ഞു മെഹ്റു. സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഇനി ഞാൻ എന്താ പറയേണ്ടത്? ഇനി ഞാനാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഞാൻ ഒഴിഞ്ഞു മാറി തന്നേക്കാം. എടോ, താൻ എന്തൊക്കെയാണ് പറയുന്നത്? നമ്മളെ എത്ര കാലം പ്രണയിച്ചവരാണ് നൂറു. എന്നിട്ടും തനിക്ക് എന്നെ മനസ്സിലാവുന്നില്ലേ? മനസ്സിലാവാഞ്ഞിട്ടല്ല മെഹ്റു, താൻ എൻ്റേത് മാത്രമാവുന്നതാണ് എനിക്കിഷ്ടം. തന്നെ ലോകത്തുള്ള സകലർക്കും വീതിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല. ഓക്കെ, ഞാൻ സമ്മതിച്ചു നൂറ. എന്തു ചെയ്യണമെന്നറിയാത്ത ധർമ്മസങ്കടത്തിലായിരുന്നു മെഹ്റു. ഇന്നലെ വരെ ജീവിച്ച ചുറ്റുപാടുകളിൽ നിന്നും ഒരു പിൻവലിച്ചൽ, കൂട്ടുകാർക്ക് മുന്നിൽ നിന്നുള്ള ഒളിച്ചോട്ടം, നാട്ടുകാർക്ക് മുന്നിൽ നിന്നുള്ള പിൻവാങ്ങൽ. ചെറിയ മഴ പെയ്യുന്നുണ്ടായിരുന്നു. നൂറു ചൂട് ചായയുമായി മെഹ്റുവിന് അരികിലേക്ക് വന്നു. മെഹ്റു, എന്താണ് പെണ്ണെ? ഞാൻ എൻ്റെ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണ്. താൻ അതോർത്ത് വിഷമിക്കണ്ട. അതൊന്നും സാരമില്ല നൂറ. മാറേണ്ടത് ഞാനാണല്ലോ. മാറുക തന്നെ വേണം. വൈകുന്നേരം നൂറുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങി. സ്കൂട്ടിയിലായിരുന്നു യാത്ര. എന്നോട് ചേർന്നിരുന്നത് അവളുടെ യാത്ര. അതാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം. ഇരു കൈകളും കൊണ്ട് എന്നെ ചുറ്റി പടർന്നു. താടി എൻ്റെ വലതു തോളിൽ ചാരി. അങ്ങനെ മുഴുവനായും എനിക്ക് പകർന്നുകൊണ്ടൊരു യാത്ര. പെട്ടെന്നൊരു വലിയ ശബ്ദത്തോടെ വണ്ടി നിരങ്ങി നിന്നു. വീഴാൻ പോയ നൂറു മെഹ്റുവിനെ ചേർത്ത് പിടിച്ചു. പഞ്ചറായതായിരുന്നു. ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. അടുത്ത അധ്യായത്തിനായി നമ്മുടെ ചാനലുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. താങ്ക്